ഈ കട്ടകൾ തന്നെ വെട്ടുകല്ലുണ്ട്, അതേപോലെ സിമെൻറ്റ് കട്ടുണ്ട്, ഹോളോ ബ്രിക്സ് ആ സാധനം. പിന്നെ മണ്ണ്, ഈ പൊടിമണ്ണൊക്കെ ഇതാക്കി ഒരു മെഷീനിൽ ജാം ചെയ്തിട്ട് അടിച്ച് പരത്തിയൊരു ജാം ചെയ്ത് വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ അത് എത്രത്തോളം സക്സസ് ആണെന്നൊന്നും എനിക്കറിയില്ല. കമ്പാരിറ്റീവ്ലി ചിലവ് പറ്റക്കുറവ്. എനിക്ക് തോന്നുന്നു ഈ 56 രൂപ 58 രൂപ വെട്ടുകല്ലിന് വരുന്ന സ്ഥാനത്ത് 35 രൂപ എൻ്റെ അടുത്ത് എങ്ങാണ്ടേ മറ്റേ ബ്രിക്സിന് വരുന്നുള്ളൂ. പക്ഷേ അത് മണ്ണ് ഇതാക്കി വരുന്നതാണ്. അപ്പോൾ എത്രത്തോളം തേപ്പ് അതിൽ പിടിക്കുന്നു, നനവ് അതിലേക്ക് എത്തിയാൽ അത് എന്തുമാത്രം ആകുന്നു, അങ്ങനെയുള്ളൊരു ടെൻഷൻ കാരണം നമ്മൾ എന്തിനാണ് വെറുതെ ഒരു ഇത് എടുക്കുന്നത്. അപ്പം മാർക്കറ്റിൽ അറിയുന്നിടത്ത് വെച്ചിട്ടും എല്ലാവരും പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് വെട്ടുകല്ലാണെന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ സിമെൻറ്റ് കട്ടയിലൊക്കെ നടക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഒട്ടിക്കുന്നൊരു കട്ടയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നില എടുത്ത് രണ്ടാമത്തെ നില എടുക്കുമ്പം അതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത് താഴത്തുള്ളതിൻ്റെ പുറത്തായിരിക്കും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ വെട്ടുകല്ല് തന്നെ ആയിരിക്കും. സിമെൻറ്റ് കട്ട അതൊക്കെ പൈസ കമ്പാരിറ്റീവ് മാറുമ്പോൾ ഇനി മേലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. വലിയ വെയിറ്റ് ചെയ്യുമ്പോൾ കയറില്ല, അപ്പം സേഫ് ആയിരിക്കും എന്നാണ് നമ്മളുടെ ധാരണ. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഇപ്പം കണ്ടുവരുന്നൊരു പരിപാടിയാണ് ഇൻഡസ്ട്രിയൽ അടിച്ചിട്ട് ചെയ്യുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മാറ്റണം തോന്നി അതങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകാം. കമ്പാരിറ്റീവ്ലി ചിലവ് കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ഒരാളോട് ചോദിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞത് ഈ ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമല്ലോ എന്നൊക്കെയാണ്. അതിൻ്റെ സത്യാവസ്ഥയൊന്നും അതിൻ്റെ വശങ്ങളൊന്നും നമുക്ക് അറിയില്ല. അത് പ്രഗത്ഭന്മാരോട് ചോദിക്കേണ്ടി വരും, നമ്മൾ സാധാരണക്കാർ. ഓക്കെ.